ഹായ്, പൂനെ മല്ലൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബദ്രിമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കാണിക്കുന്നത്. ഇപ്പം ഞാനും ചേട്ടനും മോനും ഒക്കെ ആയിട്ട് പുറത്ത് പോയി കുഞ്ഞിന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് ബർത്ത്ഡേക്ക് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാൻ എടുത്തത്. സിമ്പിളായിട്ടുള്ള ഒരു പാൻറ് ഷർട്ടുമാണ് എടുത്തത്. അപ്പോൾ നാളെ മോന് സ്കൂളിൽ അവൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങി. ഇവിടുത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങോട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. നമ്മൾ ബർത്ത്ഡേക്കാർ ഇങ്ങോട്ട് മേടിക്കുകയല്ലേ സാധാരണ പതിവ്. ഇതിവിടെ അങ്ങനെയല്ല. നമ്മൾ അങ്ങോട്ട് കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കും. ചോക്ലേറ്റ്സിൻ്റെ കൂടെ എന്തെങ്കിലും ഗിഫ്റ്റ് കൂടെ കൊടുക്കാറുണ്ടാവും. അപ്പോൾ അവൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പേനയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഓരോ കുട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ളത് മേടിക്കാറുണ്ട്. ക്രയോൺസൊക്കെ കിട്ടാറുണ്ട്. ചില കുട്ടികൾ ക്രയോൺസ്, അതുപോലെ പൗച്ച്, പെൻസിൽ പൗച്ച് ഇതൊക്കെയാണ് തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമ്പോൾ അവരെ കൂട്ടത്തിലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ആ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത് താമസിക്കുന്ന 1-2 കുട്ടികളെയും കൂടെ നമ്മൾ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കും കൂടിയിട്ടുള്ള ഗിഫ്റ്റാണ് മേടിച്ചിട്ടുള്ളത്. അവർക്ക് നമ്മൾ സ്കെയിലും പെൻസിലും ഒക്കെ അടങ്ങിയ ഒരു പൗച്ചാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് കുറച്ച് പേരല്ലേ ഉള്ളൂ, 3-4 പേരെ കാണത്തുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയും മേടിച്ചിട്ടുണ്ട്. സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പേനയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചിലപ്പം നാളെ രാവിലെ ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഞാൻ റെഡിയായി നിൽക്കുവായിരുന്നു, ഇൻട്രോ ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ മോന് സ്കൂളിൽ പോകണം, പിന്നെ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ടും ചേട്ടന് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ടും പുറത്തൊന്നും പോയി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു ഫുഡ് വൈകിട്ട് ഓർഡർ ചെയ്യാം. അവൻ്റെ അടുത്ത് ഞാൻ പ്രോമിസ് എടുത്തിട്ടുണ്ട്, എക്സാമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അതൊക്കെ ആയിരിക്കും. പറ്റുമെങ്കിൽ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെയും കൂടെ ഒന്ന് പോകണം. ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബദ്രിമോ സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഇഷ സ്കൂളിൽ പോകുന്നില്ല. അവൾക്ക് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഒട്ടും സൗണ്ട് ഇല്ലാണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതാണ് ബദ്രിമോൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. സ്കൂളിൽ ഇതാണ് ഇടുന്നത്. നമുക്ക് കേക്ക് കട്ട് ചെയ്യുമ്പം ഇതുപോലെ തന്നെ വേറൊരു ജോഡിയും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സമയം താമസിച്ചു പോയി, പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ഇന്ന് PT ഡ്രസ്സാണ് ഇടേണ്ടത്. അവൻ്റെ ബ്ലൂ ഹൗസ് ആയതുകൊണ്ട് ബ്ലൂ ടീഷർട്ടും വൈറ്റ് പാൻറ്റുമാണ്. അപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം നമ്മളിന്ന് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുകയാണ്. ഭയങ്കര സന്തോഷത്തിൽ പോവുക കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം, മിഠായി കൊടുക്കാം, അങ്ങനെ നല്ല സന്തോഷത്തിൽ പോയി. എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് തിരിച്ചു വരുമ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വെച്ചേക്കണേന്നാണ്. അപ്പോൾ ബദ്രിമോ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻകറിയാണ് സ്പെഷ്യലായിട്ടുള്ളത്. നമ്മൾ ചിക്കനൊക്കെ എപ്പോഴും മേടിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് പോയി മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അയില കിട്ടി. അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്ട് അവർ അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പീസുകളാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിത് അങ്ങനെയാണ് വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതി അമ്മ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇപ്പം കടുകിട്ട് അതിന് ശേഷം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ വഴറ്റി ഒരു ചെറിയ കളർ വ്യത്യാസം വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചെറിയ ഉള്ളിയും കൂടെ നല്ലതുപോലെ വഴണ്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കാണ് നമ്മൾ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. മസാലപ്പൊടി ഇടുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ തക്കാളി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. അമ്മയൊക്കെ ചിലപ്പോൾ മസാലയും കൂടെ വഴറ്റി നല്ലതുപോലെ വറുത്ത് വന്നതിന് ശേഷമാണ് തക്കാളി ആഡ് ചെയ്യുന്നത്. പിന്നെ പുളി ഡയറക്റ്റ് ഞാൻ ഇതിനകത്ത് ഇടാറില്ല. ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ച് അതിനകത്ത് പുളിയിട്ട് ചൂടാക്കി നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പുളി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇപ്പം പുളി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ നല്ലതുപോലെ വറുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം. ഞാൻ അതിനകത്ത് കാശ്മീരിയും സാദാ മുളക് പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ മല്ലിപ്പൊടി ഇടാറില്ല. ചേട്ടനും അനിയനും അമ്മയും ഉണ്ടാക്കുന്ന മെത്തേഡേ അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇവരും ഈ പറഞ്ഞ 3 പേരും നല്ല കുക്കാണ്. പക്ഷേ ഇതുപോലൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് കാണും. ഇത് ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ മസാല എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കുറേശ്ശെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്.
ഈ പുളി ഇങ്ങനെ ചൂടാക്കി ഒഴിക്കുമ്പോൾ ഉള്ള പ്രയോജനം എന്ന് വെച്ചാൽ നല്ലതുപോലെ പുളി മീനകത്ത് പിടിക്കും. ചേട്ടനാണെങ്കിൽ കുറച്ച് പുളി അധികം നിൽക്കണം, കറിക്കകത്തൊക്കെ പുളിയും ഉപ്പും ഒക്കെ വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് നല്ലതുപോലെ പുളി പിടിക്കും മീനകത്തൊക്കെ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ഞാനൊന്ന് തിളപ്പിക്കുകയാണ്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം കറി ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് തിളച്ചപ്പോൾ തന്നെ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് മുളകൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ മീനകത്ത് പിടിച്ച് മുളകും എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വരും. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയപ്പോൾ നല്ലതുപോലെ തിളച്ച് കറിയൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇത് കറി നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തവി ഇട്ടൊന്നും ഇളക്കാൻ പാടില്ല. ഇതുപോലെ ചട്ടി എടുത്ത് ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഈ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു തോരനും കൂടെ വെക്കാം. ഇനി ഞാൻ അടുത്തത് വെക്കാൻ പോകുന്നത് പയർ തോരനാണ്. ഇത് ബദ്രിക്ക് ഇഷ്ടപ്പെട്ട ഡിഷൊന്നുമല്ല. ഞാൻ അല്ലാതെ എനിക്കും ചേട്ടനും വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതലും വെജിറ്റബിൾ കറികൾ വെക്കുന്നത്. അപ്പം ബദ്രിമോന് വാരി കൊടുക്കുവാണെങ്കിൽ മാത്രമേ വെജിറ്റബിൾ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. തന്നെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഇറച്ചിയോ മീനോ മുട്ടയോ എന്തെങ്കിലും വേണം. അപ്പോൾ ഇഷയും ഭയങ്കര പാടാണ് വെജിറ്റബിൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പയർ തോരനും കൂടെ വെക്കണം. അത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വിധമൊന്നും പറയുന്നില്ല, സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യം ഞാൻ സവാളയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. സവാള വഴണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് പയർ കൂടെ ആഡ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. ഉപ്പ് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ആവിയിൽ വേവിച്ചെടുക്കും. നല്ലതുപോലെ വാടി വന്നതിന് ശേഷം നമ്മൾ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. ഇനി എനിക്ക് ചെറിയൊരു സാലഡ് കൂടെ ഉണ്ടാക്കണം. സവാള ഇട്ട സാലഡ് ബദ്രിമോൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുക്കുംബർ മാത്രം അരിഞ്ഞിട്ടാണ് സാലഡ് ഉണ്ടാക്കുന്നത്. അതവർ വരുമ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ചോറ് കൊടുക്കാറാകുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ദീദി എക്സാമാണ് നാളെ, അതിന് വേണ്ടിയിട്ടെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല, സൗണ്ട് ഒട്ടും ഇല്ലാത്തത് കാരണം. അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. സാധാരണ ഇഷ ഉറക്കെ വായിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ സൗണ്ട് പറ്റാത്തത് കാരണം അവൾ എഴുതി പഠിക്കുകയാണ്. ശരി അമ്മ, പോയിട്ട് വരേ. ബദ്രി വിളിച്ചോണ്ട് വരട്ടെ. അതെ അതെ, ശരി എന്നാൽ. പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ നല്ല പൊടിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഡസ്റ്റ് അലർജി ഉണ്ട് താനും. അപ്പോൾ ഞാൻ ഇതുപോലെ ഷാൾ കൊണ്ട് മുഖമൊക്കെ നല്ലതുപോലെ മൂടി കെട്ടിയാണ് പോകുന്നത്. ഞാൻ തന്നെയല്ല, ഇവിടുത്തെ മിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വെയിൽ മുഖത്തോട്ട് അടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ഹെൽമറ്റ് കൂടെ വെച്ച് കഴിയുമ്പം നമ്മൾ ഫുൾ കവറിങ് ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ പോയി ബദ്രിമോനെ വിളിച്ചുകൊണ്ട് വരട്ടെ. അവൻ 1:45 ആകുമ്പോഴത്തേക്ക് ക്ലാസ് തീരും. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ഇന്നത്തെ ബർത്ത്ഡേ? എല്ലാവർക്കും ഞാൻ മിഠായി കൊടുത്ത് ദിവ്യ മിസ് പാർട്ടി വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ മിണ്ടാതിരുന്നത്. എനിക്ക് അവിടെ പാർട്ടി ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ആണോ? ദിവ്യ മിസ് എന്താ പറഞ്ഞ് പാർട്ടി തരണമെന്നോ? മോൻ പറഞ്ഞില്ലയോ വരാൻ പറയാന്തായിരുന്നു? പാർട്ടി ഇല്ലായിരുന്നു. പാർട്ടി ഇല്ല, അതുകൊണ്ടാ. പിന്നെ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞു? എന്നെ ഇതൊക്കെ ഹാപ്പി വിഷ് ചെയ്തു. എല്ലാവർക്കും പേനയും മിഠായും കൊടുത്തോ? എല്ലാവരും ഹാപ്പി ആയോ? ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നോ? ദീദി സൗണ്ട് വന്നോ? എന്തോ ചെവിയിൽ വന്നിട്ട് പറഞ്ഞ് എന്റെ ബർത്ത്ഡേ ഇവന്റെ ബർത്ത്ഡേ ആണ് രാവിലെ. ഒരു വട്ടം പറഞ്ഞ് കേട്ടില്ല. രണ്ടാമത്തെ വട്ടം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ബദ്രിയുടെ ബർത്ത്ഡേ ഉണ്ടോ. ഞാൻ ചാക്കി കൊണ്ടിരുന്നു. 5-6 വട്ടം ചെവിയിൽ പറഞ്ഞ് ദീദാലും കുറുക്കൊളിച്ച് പറഞ്ഞായിരുന്നു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രാവിലെ അല്ലേ? ചെവി ഓർമ്മിപ്പിക്കാൻ വന്നേ. പിന്നെ അച്ചടുത്ത് ഞാൻ വിഷയിപ്പിച്ച് ഓക്കെ, ഇനി ചോറൊക്കെ കഴിക്കാം. ബദ്രിമോന് മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ബദ്രിമോന് ചിക്കനേക്കാടിയൊക്കെ ഇഷ്ടം മീനാണ്. അപ്പം ഞങ്ങൾ മീനൊക്കെ മേടിച്ചിന്ന്. മിഠായി കൊണ്ടുവന്നോ? ബാലൻസ് ഉണ്ടോ? 2 പേന ബാലൻസ്. രണ്ടുപേര് വന്നില്ലേ മോനെ? 2 പേര് വന്നില്ല. 2 പേര്. വന്നോക്കളെ. 3 പേർ. 3 പേര് വന്നില്ല. ഇല്ല, മിഠായി എല്ലാം തീർന്നോ? ഒരുപാടുണ്ട്. സൂക്ഷിച്ചാ ഭയം. ഓ, അടിച്ചു മാറ്റി. എന്നെ വിട്ടേ പോകത്തരല്ലോ. പിള്ളേരെ ഞാൻ നല്ലോണം ഞാൻ കഴിഞ്ഞിട്ട് അയ്യോ എന്തുവാ? എനിക്ക് ഇത് സ്കൂളില് 5-6 പിള്ളേരെ ഇടിച്ചിടിച്ച് ബെഡ് ബോംബ് തന്നു. ബർത്ത്ഡേ പോകുമ്പോ അതെന്തോ ഇത് നമുക്ക് വിഷയത്തിൽ അല്ല, വയസ്സാവത്തില്ലേ? ഇപ്പൊ 10 ആണെങ്കിൽ 10 ഇടി കൊടുക്കും. ആണോ? ബോംബ് പോലെ ഇടിക്കും. അത് ഒരാള് 10, വേറെ ആള് 10. ഒരാളായിട്ടല്ല. 100 ഇയർ ആണെങ്കിൽ 100 ഇടി കിട്ടും. അയ്യോ, ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ലാത്ത കാര്യമായി. അല്ലെങ്കിൽ ഞാൻ എത്ര ഇടി കൊണ്ടേനെ. മതി. അങ്ങനെ എത്ര പേര് ഇടിച്ച്? 10 പേരല്ല, ഫുൾ ക്ലാസ്സിനെ ഇടിച്ചിട്ട്. ആണോ? ഇപ്പൊ പഞ്ചറായിട്ടാണോ വന്നത്? ഞാൻ ഇടിച്ചോട്ടെ? വേണ്ട, എന്റെ ബാക്ക് ബോൺ ഇല്ല ഇനി. ബാക്ക് ബോണൊക്കെ പോയോ ഇടിച്ച്? എല്ലാരും എന്റെ ബാക്ക് ഇടിച്ച്. ഒരു വട്ടം. ടീച്ചർ വേണ്ടില്ല. ഇപ്പൊ അമ്മ പറഞ്ഞ കണക്കാണേ, ഇന്ന് നമ്മള് ഹോട്ടലിൽ പോത്തില്ല, നമ്മൾ ഓർഡർ ചെയ്യും. ആ. പക്ഷെ ഹൈദരാബാദ് ബിരിയാണി അതും മേടിക്കും, പക്ഷെ വേറെ മേടിക്കും. മോനെ, ഹൈദരാബാദ് എന്നാ ബിരിയാണി. നിനക്ക് കുഞ്ഞും വയറല്ലേ? ഇതെല്ലാം കൂടെ മേടിച്ച് അങ്ങനെ ഞാൻ കഴിക്കത്തില്ല, നിന്റെ അച്ഛനും കഴിക്കത്തില്ല. ആ, ഇതെല്ലാം കൂടെ ഞാനും കഴിക്കും. നിനക്ക് എന്തൊക്കെയാ വേണ്ടിയപ്പോ? പിസ്സ, ബർഗർ എല്ലാം കൂടെ. ഏ, പിസ്സ മേടിക്കണം. പിസ്സ. പിന്നെ ഈ ആ, ഹൈദരാബാദ് ബിരിയാണി. അത്രേ ഉള്ളൂ. രണ്ടും കൂടെ മേടിക്കാൻ കൊത്തില്ല മോനെ. എന്റെ പൊട്ടയാ. ആ, ബിരിയാണി മേടിക്കാം. എന്റെ മിഠായിക്ക് വാങ്ങിട്ടേക്കും. പിസ്സ വേറൊരു ദിവസം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് എത്രാമത്തെ മിഠായി ആയി കഴിക്കുന്നേ? വിരല് പൊങ്ങട്ടെ. ഇനിയും 2 കഴിച്ചോളൂ. സ്കൂളിൽ വെച്ച് കഴിച്ചില്ല? ആഹാ, കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ വിരല്. നീ പറ ദീദി. 2 6ഓ? ഇത് എപ്പോഴാണ് ചുമ്മാതാണ് നിനക്ക് തൊണ്ട ഒക്കെ ആകാത്തത്? പഠിച്ചതിന്റെ 2 കഴിച്ച്, എന്നിട്ട് ഇപ്പൊ ബെഡിലൊന്ന് 3 കഴിച്ച്, പിന്നെ എപ്പോഴും ഒരു വട്ടം കൂടെ കിച്ചടി ഉണ്ടപ്പോ. ശരി, ഞാൻ ചോറിട്ട് വെച്ചിട്ടുണ്ട്. നീ ഡ്രസ്സ് മാറിയിട്ട് വന്ന എന്തോ കയ്യിലിരിക്കുന്നേ? ഗിഫ്റ്റ് തന്നേക്കുക. ആരാ? ഫ്രണ്ട്സോ? ആ, ഇതാരാ? തന്ന ആയുഷ തന്നു. ആയുഷും പേന തന്നോ? ആയുഷ ഈ പേന. അത് ഹിമേഷ് അല്ലേ? ആ. ഇത് ആയുഷിന്റെ ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റിന്റെ കൂട്ടത്തിൽ തന്നു. ഓ, ഗിഫ്റ്റ് എന്തോ നോക്ക് മോനെ അതിനകത്ത്. പേന ഗ്രീറ്റിംഗ് കാർഡാണോ? കാണിക്ക്. ആഹാ, അവൻ വരച്ചതാണല്ലോ മോനെ, നന്നായിട്ടുണ്ട്. ഞാനും കൊടുത്തിട്ടുണ്ട് ബർത്ത്ഡേ ആയിട്ട്. ആണോ? വിഷ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ അമേരാജ്. ബദ്രിമോൻ കുളിച്ച് സുന്ദരനായിട്ടിരിക്കുക. ബർത്ത്ഡേ ഡ്രസ്സ് നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ വിടും. അച്ഛനെ കാത്തിരിക്കുക. ഇനി ചേട്ടന് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നുമില്ല. ഇനി എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. മതി. അച്ഛൻ വരുന്നതിന്റെ സന്തോഷമാണോ? അച്ഛൻ എവിടെ നിന്ന് ഇറങ്ങിയെന്ന് പോകാണ്ട് ഇപ്പോൾ കോള് വന്നു, അതിന്റെ സന്തോഷമായി കാണിക്കുന്നത്. അയ്യോ, എന്നെ കൊല്ലു. വീഡിയോ ഉണ്ടാക്കി തന്നല്ലോ. പറഞ്ഞ യൂസ്ഫുൾ സാധനം മതി. ഞാൻ ബദ്രി കേക്ക് മേടിക്കാൻ പോവുക.
നമ്മൾ ചെറുതായിട്ട് ബലൂൺ കൊണ്ട് റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്കൊന്ന് പോകാം. ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ ബദ്രിമോനുമായിട്ട് അമ്പലത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്, വിഷ്ണുധാമാണ്. വിഷ്ണുദേവനാണ് പ്രധാന പ്രതിഷ്ഠ. ഒരു 7-8 വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്നത് നമുക്ക് ഈ റോഡിൽ കൂടെ പോകുമ്പം കാണാൻ പറ്റും. അയോധ്യയിലെ രാമക്ഷേത്രം തുറന്ന് അതേ ദിവസം തന്നെയാണ് ഈ ക്ഷേത്രവും ഭക്തജനങ്ങൾക്കായിട്ട് തുറന്നിട്ടുള്ളത്. മൊത്തം മാർബിളിലാണ് കേട്ടോ പണി, മൊത്തം ചെയ്ത് വെച്ചിരിക്കുന്നത് മാർബിളിലാണ്. തൂണിനകത്തുള്ള വർക്കുകളും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പകൽ സമയത്ത് നമുക്ക് നോക്കുമ്പോൾ മാർബിൾ തീർത്ത ഒരു കൊട്ടാരം പോലെ തോന്നും. അതേസമയം രാത്രി ആകുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ വാം ലൈറ്റൊക്കെ ഇട്ട് ഒരു യെല്ലോ കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിലത്തെ ഗോപുരം പലതരം കളറിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. റെഡ്, വയലറ്റ്, പിങ്ക്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ പലതരം കളറ് ഇങ്ങനെ മാറി മാറി വരും. വളരെ ഭംഗിയാണ് പ്രതിഷ്ഠയും ക്ഷേത്രങ്ങളും. പ്രതിഷ്ഠ പോലും മാർബിളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ഷേത്രമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അവിടുത്തെ കൊത്തുപണികളും വർക്കുകളും എല്ലാം കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ബദ്രിമോൻ കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ബദ്രിമോനെ 1-2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ താമസിക്കുന്ന 1-2 കുഞ്ഞുങ്ങളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 7:30 പറഞ്ഞിട്ടുണ്ട്. 7:30 ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെത്തും. അപ്പോൾ അതിന് ശേഷം നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ദീദി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബദ്രിമോൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ആ ഗിഫ്റ്റ് എന്തുവാണെന്ന്. അപ്പോൾ അതൊന്ന് ഈ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം വേണം അതൊന്ന് പൊളിക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം. അങ്ങനെ എല്ലാവരും വന്നിട്ട് പോയി. അപ്പുറത്തെ ആൻറ്റിയുടെ മോളും ഒക്കെ വന്നു കേട്ടോ. അവർ വെളിയിൽ നിന്നപ്പം വെറുതെ ഞാൻ വിളിച്ചതാണ്, വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിളിച്ചു, അവർ വന്നു. കുറേ നേരം ഇരുന്നു, കുറേ നേരം സംസാരിച്ചു. പിന്നെ നമ്മൾ സമൂസയും കേക്കും ജിലേബിയും അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പക്ഷെ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഞാൻ ഡയറ്റിലാണ്. കേക്ക് ഞാനൊരു കുഞ്ഞു പീസ് മായി വെച്ച് തന്നപ്പോൾ ഞാൻ കഴിച്ചു. ഡയറ്റിലായതുകൊണ്ട് ഞാനൊന്നും കഴിക്കത്തില്ല. ഇവർക്ക് 2 പേർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതും സർപ്രൈസായിട്ട്. അപ്പം ബർത്ത്ഡേക്ക് ഒരാഴ്ച ഉള്ളപ്പോഴേ 2 പേരും, ഇപ്പം ബദ്രിമോൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ ഇഷ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും സർപ്രൈസായിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിക്കണം അമ്മേ, അവൻ ഇതുവരെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ ബദ്രിമോനും, അവനും ഇതുപോലെ പറയാറുണ്ട്, ദീദിയുടെ ബർത്ത്ഡേക്ക് എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചു താമേ, ദീദി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആയിരിക്കണമെന്ന്. ഞങ്ങളതിങ്ങനെ സാധിച്ചു കൊടുക്കാറുമുണ്ട്. ഇതിവർ 2 പേരും, മോക്കും അറിയത്തില്ല ഞങ്ങൾ പിയാനോ ആണ് മേടിക്കുന്നതെന്ന്. അപ്പം ബദ്രിമോൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ് ഞങ്ങൾ മേടിച്ചത്. അവനങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, പഠിക്കാനൊന്നും പോയിട്ടില്ല. ആദ്യം മോൻ കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് അവൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു പഠിക്കുകയാണ് ചെയ്തത്. അതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയാണ് അവർ പഠിക്കുന്നത്. ഞാൻ നമ്മൾ വെളിയിൽ നിന്നായിരുന്നു വൈകിട്ടത്തെ രാത്രിയത്തെ ഫുഡ് മേടിച്ചത്. കാരണം പുറത്തു പോയി കഴിക്കാൻ ഇന്ന് പറ്റത്തില്ലല്ലോ, അത് കാരണം വെളിയിൽ നിന്ന് മേടിച്ച് ബിരിയാണിയെ മേടിച്ച്, ഹൈദരാബാദ് ബിരിയാണി. പക്ഷെ ഞാനും നിന്റെ അച്ഛനും ഡയറ്റ് ആയതുകൊണ്ട് ഞങ്ങള് പുട്ടാ കഴിക്കുന്നത്. ഇച്ചിരി കഴിക്കാമല്ലോ. വേണ്ട വേണ്ട, ഞങ്ങള് വഴി തെറ്റിക്കരുത്. രാത്രിയിൽ ഇഡ്ഡലി, ഇടിയപ്പം, പുട്ട് അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. ഇനി ഞങ്ങള് പുട്ടാ ഉണ്ടാക്കിയേക്കുന്നത്. മീൻകറിയും കൂട്ടി പുട്ടടിക്കും ഞങ്ങള്.
അപ്പൊ നിങ്ങൾക്ക് ബിരിയാണി, അപ്പൊ ഞാനത് പകർന്നു തരാം, നിങ്ങൾ കഴിക്കണം. എന്റെ അടുത്തോട്ട് വരികയേ ചെയ്യരുത്, കാരണം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം. ഞാനതോ വരൂല്ലോ, ഞാൻ വരൂല്ലോ. നീ വരും, എനിക്കറിയാം. അവിടെ പുത്രം വരത്തില്ല, പക്ഷെ ഞാൻ വരും. എന്തേടാ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന്? പിന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോന്ന്? എനിക്ക് ലവ് ഇറ്റ്, ഐ ലവ് ഇറ്റ്, ഒഴിയല്ലേ? ഐ റിയലി ലവ് ഇറ്റ്. മൈക്കിലൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ? കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു? സത്യമായിട്ടും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റൊക്കെ? ഗിഫ്റ്റ് എന്തിനാ വലിയ ഗിഫ്റ്റ് ആയിരുന്നു? ഞാൻ പഠിക്കുക, ഞാൻ സംസ്കാരി കൊച്ചാ, ഞാൻ പഠിക്കുക. എന്താ ബദ്രിക്ക് ഇപ്പൊ ക്ഷീണം പോലെ? ഫുഡ് ഹെവി ആയി പോയി. ചോറ് കഴിച്ചതിന് ശേഷം ഭയങ്കര ക്ഷീണം തന്നെ ആണോ? രാവിലെ തൊട്ട് ഇങ്ങനെ ഒരു ഓടിക്കൊണ്ടിരിക്കുക. ആണോ? അയ്യോ കഷ്ടം. ഹാപ്പിനെസ്സും കൂടി പോയി, ഫുഡ് ഹെവി ആയി പോയി. ആണോ? അപ്പൊ ബെഡ് തീർന്നു പോയതിന്റെ വിഷമമാണോ? ആണോ? ഇനി അടുത്ത വർഷത്തേക്ക് നമ്മൾ കാത്തിരിക്കണം. അടുത്ത ഡിസംബർ. ഇന്ന് ബദ്രിമോന് 10 വയസ്സാ തികഞ്ഞറിയാമോ? വലിയ കുട്ടിയായി. അതുകൊണ്ട് അടുത്ത ബർത്ത്ഡേ എന്ന് പറയുന്നത് ദീദിയുടെയാണ്. അല്ല, ജനുവരിയില് അമ്മയുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ട്. എന്നിട്ട് പിന്നെ അച്ഛന്റെ, പിന്നെ ദീദിയുടെ. ഇനിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.